ഇന്ന് ഞാനൊരു പുതിയൊരു സാധനമായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഈ സാധനം ഞാനിതുവരെ യൂസ് ആക്കിയിട്ടില്ല. അത് കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് എന്താണെന്ന് അറിയാനുള്ള ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇതെന്താണെന്ന് പറഞ്ഞതിനൊക്കെ മുമ്പ് ഞാൻ വേറെ കാര്യം പറയാം. ഞാനൊരു ഹ്യൂജ് ഡ്രാമ അഡിക്റ്റ് ആണ്. കെ ഡ്രാമ, സി ഡ്രാമ, തായ് എല്ലാ ടൈപ്പ് ഡ്രാമാസ് ഞാൻ കാണാറുണ്ട്. ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഡ്രാമാസ് ഒക്കെ ഒരു ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അത്ര അഡിക്റ്റ് ആണ്. അപ്പോൾ അതിൽ കണ്ടിട്ടുള്ള ഒരു സാധനം ആണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത്. സംഭവം ഇത് ഇവിടെ അവൈലബിൾ ആണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാനൊരു ദിവസം ഷോപ്പിൽ പോയപ്പോൾ ഇത് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം അവിടെയുള്ള ഒരു സാധനം ഇങ്ങോട്ട് എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വലിയ ഷോപ്പുകളൊക്കെയാണ് അങ്ങനെ കൂടുതൽ കണ്ടേക്കുന്നത്. ഞാൻ ഇപ്പോൾ പോയത് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലാണ്. അവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്താണ് നമ്മളിങ്ങനെ ഡ്രാമാസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അതായത് എന്താ അത് നമുക്ക് കഴിച്ച് നോക്കാം അല്ലെങ്കിൽ കുടിച്ച് നോക്കാനൊക്കെ തോന്നും. പക്ഷെ അത് ഇവിടെ കിട്ടാത്തതുകൊണ്ട് നമുക്കത് നടക്കില്ലല്ലോ. ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ സാധനം. ഇത് ഡ്രാമാസൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഇത് ഡ്രാമാസിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കിയിട്ട് അവർ ഇതുപോലൊരു ബോട്ടിൽ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് 5 എണ്ണത്തിൻ്റെ പാക്കറ്റാണ് വരുന്നത്. ഇതിൻ്റെ പേര് വരുന്നത് യാക്കൾട്ട് എന്നാണ് ഇതിൻ്റെ പേര് പറഞ്ഞത്. അങ്ങനെയാണോ പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതിപ്പോൾ രീതിക്കനുസരിച്ച് ഞാൻ പറഞ്ഞതാണ് യാക്കൾട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു പ്രോബയോട്ടിക് ഡ്രിങ്ക് ആണെന്നാണ് പറയുന്നത്. മിൽക്ക് ഡ്രിങ്ക് ആണ്. ഇതിൻ്റെ വില വരുന്നത് 90 രൂപയാണ്. ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ മിൽക്ക് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന മാതിരി ഡേറ്റ് അനുസരിച്ചാണ് കൺസ്യൂം ചെയ്യാൻ പറ്റുക. അതായത് ഡേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ കേടുവരാം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സാധനം എന്താണെന്ന് നോക്കാം. ഇത് എക്സൈറ്റ്മെന്റ് കാരണം പൊട്ടിക്കാൻ കിട്ടില്ല. ഇതാണ് സാധനം. ഇതാണ് നമ്മൾ പറഞ്ഞ ഡ്രിങ്ക്. ഇത് നമ്മൾ ഡ്രാമാസിലൊക്കെ കണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സ്ട്രോ ഉണ്ട്. ആ സ്ട്രോ വെച്ചിട്ട് അവർ ഇങ്ങനെ കുത്തിയിട്ട് കഴിക്കുന്നത് കണ്ടിരിക്കുന്നത്. നമുക്ക് സ്ട്രോ ഒന്നും ഇല്ലാത്തത് നമുക്ക് ഇതിനെ കുടിച്ച് നോക്കാം. ഇത് മുമ്പ് തന്നെ ഷെയ്ക്ക് ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഷെയ്ക്ക് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാൻ കാരണം അടിയിൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് തുറക്കാം. ഒരു 65 ml ഒരു ബോട്ടിലാണ് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മൾ യൂസ് ചെയ്യാൻ അതിനായിട്ട് കുറച്ച് ഉപയോഗിച്ച് പിന്നെ യൂസ് ചെയ്യാൻ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് പിടിച്ചേക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യോഗട്ടില്ലേ, ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗട്ടില്ലേ, യോഗട്ടിന്റെ ഒരു ടേസ്റ്റാണ് എനിക്ക് ഫസ്റ്റ് ഇതിൽ ഫീൽ ചെയ്തത്. അതന്നെ, അതായത് നമ്മൾ യോഗട്ട് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഇതൊക്കെ ഫീൽ ചെയ്ത് ഒരു ആപ്പിൾ ഫ്ലേവർ ആയിട്ടുള്ള യോഗട്ട് കുറച്ച് ലിക്വിഡ് ഫോം ആയി എങ്ങനെയായിരിക്കും, യോഗട്ട് കുറച്ച് ടൈറ്റ് ആയിരിക്കും, ലിക്വിഡ് ഫോം ആയി എങ്ങനെയായിരിക്കും അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. സംഭവം നല്ല രസം കേട്ടോ. നമ്മൾ ഒരു തവണയൊക്കെ യൂസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത് കുഴപ്പമില്ല, നമുക്ക് ഇടയ്ക്ക് കഴിക്കാൻ നമുക്ക് തോന്നും. അങ്ങനെ സാധനം. അപ്പോൾ വരും കാണും ചെയ്യാം. ഇതുപോലെ എന്നെ പോലുള്ള ഒരു ഡ്രാമ അഡിക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കാണും ചെയ്യാം. ഒന്ന് മേടിച്ച് നോക്കിക്കോളൂ. ഒരു ബോട്ടിൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് തന്നെ കഴിക്കാം. അതായത് പകുതി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കേടുവരാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്തത്, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെ മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കേടുവരില്ലേ. അപ്പോൾ അതുപോലെ ഫ്രിഡ്ജിൽ യൂസ് ചെയ്യുക, ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട സാധനമാണ്. അപ്പോൾ കാണും ചെയ്യാം, ഒന്ന് മേടിച്ച് നോക്കാം. പിന്നെ അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡ്രാമാസിൻ്റെ ഒക്കെ ഞാൻ കണ്ടിട്ടുള്ള ഡ്രാമാസിൻ്റെ ഒക്കെ എക്സ്പീരിയൻസും റിവ്യൂസ് ഒക്കെ ഞാൻ ഇതുപോലെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ.